ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പുനർനിർമ്മിച്ചിട്ട് 33 വർഷമായി. എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്തതിനോട് ഇത്രയേറെ കലി? അത് സുന്നികളുടെ പള്ളിയല്ല, ശരിക്കും ഷിയകളുടെ പള്ളിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര കലി നിലനിൽക്കുന്നത്? ഒരു കലിപ്പാണ്. അത് മാത്രമല്ല, ആ ദേവാലയത്തിൽ ഒരുപാട് കാലത്തോളം ആരാധന ഉണ്ടായിരുന്നില്ല. അടച്ചുപൂട്ടപ്പെട്ട ഒരു കാലമാണ്. അപ്പോൾ നമ്മളോർക്കും മുസ്ലിങ്ങളുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടത് കൊണ്ടാണ് എന്ന്. ശരിയാണ്, മുസ്ലിങ്ങളുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടു. അത് കേവലം ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ നിർമ്മിതി തകർക്കപ്പെട്ടതുകൊണ്ടല്ല. നമ്മൾ അതിനൊരു പുതിയൊരു കാഴ്ചപ്പാടിൽ കാണണം. നമുക്കറിയാമല്ലോ, ബാബർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരനായ ആക്രമണകാരി. ഇപ്പം നമ്മൾ ബാബർ, അക്ബർ, ഷാജഹാൻ എന്നൊക്കെ പറയുന്നത് ഇന്ത്യ ഭരിച്ച ചക്രവർത്തിമാർ എന്ന് വിളിക്കുന്നത് കഷ്ടമാണ്. സത്യത്തിൽ ഇന്ത്യ കൊള്ളയടിക്കാൻ വന്നവരല്ലേ? പ്ലണ്ടറേഴ്സാണ്. അവർ കൊള്ളയടിക്കാൻ വന്നവരാണ്. കൊള്ളയടിക്കാൻ വന്നവൻ നമ്മുടെ വീട്ടിലേക്ക് ഒരുത്തൻ ഇടിച്ചു കയറിയിട്ട് അവൻ വീട്ടിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം അധികാരവും കവർന്നെടുത്ത് അവനവിടെ ചാരു കസേര ഇരുന്നാൽ അവനെ വീട്ടുടമസ്ഥൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുന്ന പോലെ വിദേശ ശക്തികളുടെ ഇന്ത്യയുടെ സമ്പത്ത് കണ്ട് കൊള്ളയടിക്കാൻ വന്നവൻ ഇവിടെ ഭരണം പിടിച്ചെടുത്തു. വലിയ നരമേധം നടത്തി. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർത്തു, അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചു, ആ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി മതം മാറ്റം നടത്തി. ഇതൊക്കെയാണ് ചെയ്തത് മുഗളന്മാർ. അവരെ നമ്മൾ എന്ത് ചെയ്യും? മഹാന്മാരായ ചക്രവർത്തിമാരായി പഠിക്കുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. ശരി, മുസ്ലിങ്ങൾക്ക് മുഴുവൻ മുറിവേറ്റു. പക്ഷേ ആ മുറിവുണ്ടായത് ഇവർ കാണിച്ച ഇവരുടെ പൂർവികന്മാർ എന്ന് പറയാമോ? കാരണം ഈ ബാബറിൻ്റെയും അക്ബറിൻ്റെയൊക്കെ രക്തത്തിൽ പിറന്നവരൊന്നും ഇന്ത്യയിലില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ മതം മാറിയ ഹിന്ദുക്കളാണ്, അല്ലേ? ഇവിടെ മതം മാറ്റപ്പെട്ട ഹിന്ദുക്കളാണ്. അച്ഛൻ്റെ ബാപ്പയുടെ പേര് ചോദിച്ചാൽ അതൊരു ഹിന്ദു പേരായിരിക്കും, അറബി പേരായിരിക്കില്ല. കുറച്ചൊക്കെ മലബാറിൽ കാണുമായിരിക്കും. മലബാറിൽ പണ്ട് അറബി കല്യാണം ഉണ്ടായിരുന്നു. അറബികൾ ഇടയ്ക്ക് വരുമ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലെ പെൺപിള്ളേരെ കല്യാണം കഴിച്ചു കൊടുക്കും. അറബി 2 മാസം താമസിച്ചിട്ട് പോകും. പിന്നെ അവിടെ അറബി കുഞ്ഞുണ്ടാവും. അത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക്, കേരളത്തിലുള്ള ഒരുപാട് പേരുടെ തന്തമാർ വിസിറ്റിംഗ് വിസയിൽ വന്ന് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ള അറബികളാണ്. ഇത് പറയുമ്പോൾ പലർക്കും നെറ്റി ചുളിയും, പക്ഷേ സത്യമാണ്. പക്ഷേ ഈ ബാബറൊന്നും ഇവിടെ ആരുടെയും തന്തയല്ല, അവർ കൊള്ളയടിക്കാൻ വന്നവരാണ്. ഇതെന്താ പ്രശ്നം എന്നറിയോ? ലോകത്തെല്ലായിടത്തും ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പാറ്റേണാണ്. ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളുണ്ടെങ്കിൽ അത് തകർക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയുള്ള സാധനം ഡൂമുള്ള മസ്ജിദ് ഉണ്ടാക്കി വെക്കുക. ഇത് ചരിത്രത്തിൽ ഉടനീളം കാണാം. അങ്ങനെ തകർക്കപ്പെട്ട ദേവാലയങ്ങൾ ഇന്നും ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ മുസ്ലിമുകൾ വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമാണ്, അയോധ്യയിൽ മാത്രമാണ് അവർ ഒരു ദേവാലയം തകർത്ത് ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് ആ മസ്ജിദ് പൊളിച്ചും മാറ്റിയിട്ട് പഴയ ദേവാലയം ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ്. അത് ആഗോള മുസ്ലിമിനുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ, തർക്കമൊന്നുമില്ലല്ലോ. ഇസ്രായേലിൻ്റെ കയ്യിലാണ് യെറുശലേമിലാണ് ജൂതന്മാരും ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവരും വളരെ വിശുദ്ധമായി കരുതുന്ന ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന പരിശുദ്ധമായ സ്ഥലം. ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒക്കെ വളരെ വിശേഷപ്പെട്ട സ്ഥലമാണ്. അവിടെ BC 580 സോളമൻ, ബൈബിളിലെ ഉത്തമഗീതത്തിലൊക്കെ പറയുന്ന സോളമൻ ചക്രവർത്തി ഒരു ദേവാലയം ഉണ്ടാക്കി. ആ ദേവാലയം അവിടെ വെച്ചാണ് ദൈവവുമായുള്ള ഉടമ്പടിയുടെ പേടകം സൂക്ഷിച്ചിരുന്നത്. അവിടെയാണെന്ന് പറയുന്നത് ആർക്ക് ഓഫ് കവനൻറ്റ്. അത് ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ടാണ് ആർക്ക് ഓഫ് കവനൻറ്റ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ പ്രമാണം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് യെരുശലേമിലെ ഒന്നാം ദേവാലയം. ദേവാലയം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ഒന്നും ജനിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അതിന് പള്ളി എന്ന് പറയാത്തത്, അല്ലേ? ജൂതന്മാരുടെ ദേവാലയം. ആ ദേവാലയം തകർത്തത് നെബുക്കദ്നേസറാണ്, മുസ്ലിമാണ്, അല്ലേ? മുസ്ലിം നാമധാരിയായ, ഇസ്ലാമിക നാമധാരി അല്ലെങ്കിൽ അറബി പേരുകാരനായ നെബുക്കദ്നേസർ തകർത്തു. ശരി, അത് കഴിഞ്ഞല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് നെബുക്കദ്നേസർ തകർത്തു. അന്ന് ഈ പറയുന്നത് പോലെ ദൈവവുമായുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ അന്ന് ബൈബിൾ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിന് മുമ്പൊന്നുമല്ല ഇത്. അത് BC 580, യേശുക്രിസ്തുവിന് മുമ്പാണ്. BC 580 ആദ്യത്തെ യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നത്. പിന്നീട് വീണ്ടും യെരുശലേമിൽ ദേവാലയം ഉണ്ടായി, രണ്ടാം യെരുശലേം ദേവാലയം. ഹെരോദോവിൻ്റെ കാലത്ത്, ചക്രവർത്തിയായ ഹെരോദോവിൻ്റെ കാലത്ത് രണ്ടാമത്തെ യെരുശലേം ദേവാലയം അവിടെ ഉണ്ടാക്കി. അതും തകർത്തിട്ട് ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത് എന്താണെന്നറിയോ? അന്നത്തെ ദേവാലയത്തിൻ്റെ ഒരു മതിൽ മാത്രമേ ഉള്ളൂ. വിലാപത്തിൻ്റെ മതിൽ എന്നാണ് അവർ വിളിക്കുന്നത്.
വെസ്റ്റേൺ വാൾ എന്ന് പറയും, വിലാപത്തിൻ്റെ മതിൽ. അവിടെ തീർത്ഥാടകരായി ഇസ്രയേലിൽ പോകുന്ന ആളുകൾ യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വിലാപത്തിൻ്റെ മതിലിൽ കൈതൊട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഓർക്കുന്ന ഒരു ചിത്രം, കുറേ കാലം മുമ്പ് ഇസ്രയേലും ഹമാസുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ഇറാനും കൂടി പങ്കാളിയാവുന്ന സമയത്ത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ബീബി നെതന്യാഹു ഈ വിലാപത്തിൻ്റെ മതിലിൽ കൈയമർത്തി പ്രാർത്ഥിക്കുന്നൊരു ചിത്രം കണ്ടു. അവരുടെ ആഗ്രഹം അവിടെ തകർക്കപ്പെട്ട ദേവാലയങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ അവിടെ എന്താ ഉള്ളതെന്നറിയോ? 2 ദേവാലയങ്ങളുണ്ട്. ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഒന്ന്, സുവർണ്ണ താഴികക്കൂടെ ഉള്ള ഒന്ന്. പിന്നെ ലോകത്തിൽ മുസ്ലിമുകൾ ഏറ്റവും വിശുദ്ധമായി കാണുന്ന 3 ദേവാലയങ്ങളിലൊന്നായ അൽ അക്സ മോസ്ക് അവിടെയുണ്ട്. അതിൻ്റെ അടിയിൽ എന്താണെന്നറിയോ? യെരുശലേം ദേവാലയമാണ്. യെരുശലേം ദേവാലയം തകർത്തിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അൽ അക്സ മോസ്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തർപ്രദേശിൽ അയോധ്യയിൽ മാത്രമല്ല, കുഴിച്ചെടുത്താൽ ഇതിനടിയിൽ ദേവാലയമുണ്ട്. ജൂതന്മാരുടെ ദേവാലയം അവിടെ ഉണ്ടെന്ന് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രയേൽ എന്നുള്ള വലിയ ശക്തി, ചെറിയ രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മിലിറ്ററിയും രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, മൊസാദ് പോലെയുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള ഇസ്രയേലിന് പറ്റിയിട്ടില്ല അൽ അക്സ മോസ്കിനടിയിലുള്ള ക്ഷേത്രം പുനർനിർമ്മിക്കാൻ, ദേവാലയം പുനർനിർമ്മിക്കാൻ. അവരിപ്പോഴും വിലാപത്തിൻ്റെ മതിലിൽ തൊട്ട് ഏങ്ങി കരയുകയാണ്. അപ്പോഴാണ് ഇവിടെ ബാബർ എന്ന് പറയുന്ന കൊള്ളക്കാരൻ തകർത്ത ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മഭൂമിയിൽ ഉണ്ടാക്കിയ ആ വൃത്തികെട്ട നരച്ച മകുടങ്ങൾ തല്ലി പൊട്ടിച്ചിട്ട് ഇന്ത്യക്കാരൻ ഭാരതീയൻ അവൻ്റെ പൈതൃകം വീണ്ടെടുത്തത്. ലോക ഇസ്ലാമിന് പൊള്ളും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഡിസംബർ 6 മറക്കില്ല എന്ന്. ഡിസംബർ 6 മറക്കില്ല. ഇനി നോക്കൂ, ഇനി മറ്റൊന്ന്, നമുക്കൊന്ന് തുർക്കിക്ക് പോവാം. തുർക്കിയിലെ ഹാജിയ സോഫിയ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ഹോളി വിസ്ഡം, ദൈവജ്ഞാനം, വിശുദ്ധമായ ജ്ഞാനമെന്നാണ് ഹാജിയ സോഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ലോകത്തിലെ 1000 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയായിരുന്നു തുർക്കിയിൽ. അത് 4-ാം നൂറ്റാണ്ടിൽ ബൈസാൻറ്റൈൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റിനിയൻ നിർമ്മിച്ചതാണ്. 1000 വർഷത്തോളം അത് നിന്നു. മനോഹരമായ ചിത്രപ്പണികളൊക്കെയുള്ള ഓർത്തഡോക്സ് പള്ളി. അത് 1453 സുൽത്താൻ മുഹമ്മദ് അത് പിടിച്ചെടുത്ത് അത് മുസ്ലിം പള്ളിയാക്കി, ക്രിസ്ത്യൻ അടയാളങ്ങളെല്ലാം മായ്ച്ചു മറച്ചു വെച്ചിട്ട് മുസ്ലിം പള്ളിയായി പ്രാർത്ഥനകൾ നടത്തി. ക്രൈസ്തവരുടെ ദേവാലയം പിടിച്ചെടുത്തിട്ട് പിന്നെ 1934 ഒരു സംഭവമുണ്ട്. 1934 ആധുനിക തുർക്കിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന മുസ്തഫ കമാൽ അറ്റാതുർക്ക് കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ആണെന്ന് പറയാം. അയാൾ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഇത് ഒരു കാര്യം ചെയ്യും, ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്, നമ്മുടെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തത് ആരാധനയെ നമ്മുടെ മോസ്കാക്കി മാറ്റി. ഒരു കാര്യം ചെയ്യാം, ഇത് മോസ്കും വേണ്ട പള്ളിയുമാവേണ്ട, ഒരു മ്യൂസിയം ആക്കാം എന്ന് പറഞ്ഞു. മ്യൂസിയം ആക്കിയിട്ട് അന്ന് മറച്ചു വെച്ച മറ്റേ ക്രൈസ്തവ അടയാളങ്ങളൊക്കെ മറച്ചു വെച്ചതൊക്കെ തുറന്നു. അങ്ങനെ ക്രൈസ്തവ അടയാളങ്ങളോടെ ക്രിസ്ത്യൻ പള്ളിയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ ഹാജിയ സോഫിയ തുറന്നു വെച്ചത് ആണ് ഇപ്പോൾ 2020 എർദോഗാൻ വീണ്ടും മുസ്ലിം പള്ളിയാക്കി. അങ്ങനെ എർദോഗാൻ ക്രിസ്ത്യാനികളുടെ പള്ളിയെ പിടിച്ചെടുത്ത് മസ്ജിദാക്കിയത് തെറ്റാണെന്ന് കരുതിയ അറ്റാതുർക്ക് വീണ്ടും അത് മ്യൂസിയമാക്കി. പഴയ ക്രിസ്ത്യൻ അടയാളങ്ങളുടെ മ്യൂസിയമാക്കിയതിനെ വീണ്ടും മുസ്ലിം പള്ളിയാക്കി. അപ്പോൾ എന്തുപറ്റി? ക്രിസ്ത്യാനികളുടെ പള്ളിയെ പരസ്യമായി ബലം പ്രയോഗിച്ച് മസ്ജിദാക്കിയത് നമ്മൾ ലോകം കണ്ടു. അന്ന് ചന്ദ്രിക പത്രം ലേഖനം എഴുതി, മഹത്തായ തീരുമാനമൊന്ന്. ക്രിസ്ത്യാനിയുടെ പള്ളിയെ അധികാരം ഉപയോഗിച്ച്, സൈനിക ശക്തി ഉപയോഗിച്ച്, മതത്തിൻ്റെ കരുത്ത് ഉപയോഗിച്ച് മസ്ജിദാക്കിയത് മഹത്തായ കാര്യമാണെന്ന് ചന്ദ്രിക എഴുതി. അങ്ങനെ ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് അവരുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ച ഭൂമി വീണ്ടെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഈ മുഗൾ ചക്രവർത്തിയുടെ കാലത്ത്, ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ആയിരക്കണക്കിനില്ല 10,000-കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ ഗുരുവായൂരപ്പനെ എടുത്തുകൊണ്ട് ഓടേണ്ടി വന്നില്ലേ? എന്നിട്ട് സാമൂതിരി രാജാവ് ഗുരുവായൂരപ്പന് കപ്പം കൊടുത്തിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം തകർക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ചില ആളുകളൊക്കെ പറയും, അവിടെ ഉള്ളൊരു മുസ്ലിം പ്രമാണി ഇടപെട്ടിട്ട് ടിപ്പുവിനോട് പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ മഹാനാണെന്നൊക്കെ ഒരു നാരേറ്റീവ് ചിലരൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട്. ചുമ്മാ കള്ളത്തരമാണ്, വെറും നുണയാണ്. അവിടുത്തെ പ്രാദേശിക മുസ്ലിം പ്രമാണി ചെന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം കൊള്ളയടിക്കാൻ പോകുന്ന സ്വത്തിന് വേണ്ടിയിട്ടല്ലേ?
സ്വർണ്ണമല്ലേ വേണ്ടത്, സ്വർണം തന്നേക്കാം, പണം തന്നേക്കാം എന്ന് പറഞ്ഞ് സാമൂതിരിയുടെ പക്കൽ നിന്ന് കാശ് മേടിച്ചു കൊടുത്തതിനാണ് അവിടെ ഏതോ ഒരു മുസ്ലിം പ്രമാണി ദയാപൂർവം ടിപ്പു സുൽത്താനെ പറഞ്ഞു വിട്ടു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നത്. കള്ളമാണ്. ഇപ്പോഴും അങ്ങനെയാണ്. മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം ഭരണ മുഗളന്മാരുടെ കാലത്തും ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാമായിരുന്നു. ജസിയ കൊടുത്താൽ മതിയായിരുന്നു. കരം കൊടുത്തിട്ട് രണ്ടാം കിട പൗരന്മാരായി തീരുമാനിക്കുന്നത്. അങ്ങനെ ജസിയ കൊടുത്തിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം രക്ഷിച്ചത്. അല്ലാതെ മുസ്ലിമിൻ്റെ അവിടുത്തെ മുസ്ലിം പ്രമാണിയുടെ കാരുണ്യം കൊണ്ട് ടിപ്പു സുൽത്താൻ ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്തുകൊണ്ട് അമ്പലപ്പുഴയ്ക്ക് പോകണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ ക്ഷേത്രം തകർക്കുക എന്നുള്ളത് ഇങ്ങനെ ഇന്ത്യയിലുടനീളം കേരളത്തിലും 50,000-ലേറെ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലാകെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എല്ലാം ഹിന്ദുവിൻ്റെ വികാരം. എന്നിട്ട് ഈ ക്ഷേത്രങ്ങൾ തകർത്തിട്ട് ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ ഉടച്ചിട്ട് എന്ത് ചെയ്യും? അത് അവൻ്റെ ഉണ്ടാക്കിയ പള്ളിയുടെ മസ്ജിദിൻ്റെ ചവിട്ടുപടിയാക്കും. നിൻ്റെ ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഞങ്ങൾ ഈ മസ്ജിദിൽ കയറുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. രാജസ്ഥാനിലൊരു ആധാദിൻഗ ദർഗയുണ്ട്. 1/2 ദിവസം കൊണ്ട് പണിഞ്ഞ ദർഗ എന്നാണ്. ഒരു സരസ്വതി ക്ഷേത്രവും ഒരു വലിയ ലൈബ്രറിയും ഒക്കെ അടങ്ങിയ ഒരു ക്ഷേത്രമായിരുന്നു അത്. ഗൂഗിൾ ചെയ്താൽ കിട്ടും. അല്ല, നമ്മൾ വടക്കേ സോമനാഥ ആവട്ടെ അല്ലെങ്കിൽ സമ്പലാവട്ടെ, സമ്പലിൻ്റെയൊക്കെ ചിത്രം എടുത്ത് നോക്കിയാൽ കാണാം ഈ മറ്റേ ക്ഷേത്രത്തിൻ്റെ മുകളിൽ 2 ഇഡലി എടുത്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി മുഴുവൻ ക്ഷേത്രത്തിന് നിർമ്മിതി 2 ഡൂംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സമ്പലിലാണെങ്കിൽ അതിൻ്റെ മുന്നിൽ അകത്തേക്ക് നോക്കി നന്ദി ഇരിപ്പുണ്ട്. നന്ദി ആരെ നോക്കിയിരിക്കുക? ഭഗവാൻ ശിവനെ നോക്കിയിട്ട്. ബാബറിൻ്റെ അച്ഛനെ നോക്കിയാണ് ഇരിക്കുന്നത്? അല്ലല്ലോ, ഭഗവാൻ ശിവനെ നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എല്ലാം 10,000-കണക്കിന്, പ്രിയം പറഞ്ഞ പോലെ 50,000 ആയിരിക്കാം, അതോ അതിലേറെ ഉണ്ടാവാം. അറിഞ്ഞുകൂടാത്ത നാട്ടിൻപുറങ്ങളിലെ ചെറിയ ആരാധന, പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ആലിൻ്റെ ചോട്ടിലുമൊക്കെ ചെറിയ മൂർത്തികളുണ്ടാകും. ഇതിൻ്റെ ഒന്നും കണക്കുണ്ടാവത്തില്ല. ലക്ഷക്കണക്കിനുണ്ടാവും മുഗളന്മാർ തകർത്ത്. അതുകൊണ്ട് പക്ഷേ ഹിന്ദുക്കൾ ചോദിച്ചത് എന്താ? ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഈ എല്ലാ ക്ഷേത്രവും വേണ്ട, ഞങ്ങൾക്ക് 3 ക്ഷേത്രം തരും. ഒന്ന് കാശി, പിന്നെ മധുര, ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച മധുര, രാമൻ്റെ ജന്മഭൂമി, ഇത് 3ഉം തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കെ മുഹമ്മദിനെ പോലെയുള്ള ആളുകളും വിവരമുള്ള ആളുകളും പറഞ്ഞെന്താണ്? മുസ്ലിമുകൾക്ക് എവിടെയും പ്രാർത്ഥിക്കാം. ഒരു മസ്ജിദ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആരാധനാ സ്ഥലം മാത്രമാണ്, ദൈവം അവിടെ ഇല്ല. ഹിന്ദുവിന് അങ്ങനെയല്ല, ആരാധിക്കുന്ന മൂർത്തി അവിടെയുണ്ട്. ഇവരൊരു സ്ഥലത്ത് അസംബിൾ ചെയ്തിട്ട്, ഒരു മസ്ജിദിൽ അസംബിൾ ചെയ്തിട്ട് മക്കയെ നോക്കി അല്ലേ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് എവിടെയുമായി? ഹിന്ദുവിന് ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. നിങ്ങൾക്ക് 1000-കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മസ്ജിദുകളുണ്ട്. ഞങ്ങൾക്ക് പക്ഷേ ഭഗവാൻ കൃഷ്ണൻ ജനിച്ച, ഭഗവാൻ ശ്രീരാമൻ ജനിച്ച കാശിനാഥൻ്റെ ക്ഷേത്രം, ഇതൊക്കെ ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഒന്നെങ്കിലും തരൂ, ആ 3 എണ്ണമെങ്കിലും തരൂ എന്ന് കെഞ്ചിയില്ലേ, നിലവിളിച്ചില്ലേ? മഹാഭാരതത്തിൽ പറയുന്ന പോലെ പകുതി രാജ്യം തരില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്നാൽ പകുതി രാജ്യം വേണ്ട, 5 ഗ്രാമങ്ങൾ തരില്ല, 5 വീടുകൾ തരില്ല, 1 വീട് അതും തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മഹാഭാരത യുദ്ധം ആരംഭിച്ചത്. എന്ന് പറയുന്ന പോലെ ഹിന്ദു സമുദായം, ഹിന്ദു സമാജം കെഞ്ചിയില്ലേ ഇവരുടെ മുന്നിൽ? നിങ്ങൾ 10,000-കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, അതൊന്നും വേണ്ട, ഞങ്ങളുടെ 3 ക്ഷേത്രങ്ങൾ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹിന്ദുവിന് വേറെ മാർഗ്ഗമില്ല, ഹിന്ദുവിൻ്റെ രാജ്യമാണെന്ന്. ഇത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുവിൻ്റെ രാജ്യമാണ്, ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ. കാരണം മതത്തിൻ്റെ പേരിൽ 2ആയി വിഭജിക്കണം. ഹിന്ദുക്കളും മുസ്ലിമുകളും ജന്മനാ ശത്രുക്കളാണ്, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ആരംഭിച്ചത്. വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞു ഇവിടെ മലബാറിലുള്ളവർ വരെ പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തു. പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തിട്ട് 18% മുസ്ലിമുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. 18% മുസ്ലിമുകളിൽ പക്ഷേ 10% മാത്രമേ പാകിസ്ഥാനിലേക്ക് പോയുള്ളൂ. ബാക്കിയുള്ളവരോട് രാജ്യം കിട്ടിയപ്പോൾ അവർക്ക് പോയില്ല, ഭൂരിപക്ഷവും പോയില്ല. അവരോട് നിന്ന് അവർക്കറിയാം നാളെ മറ്റൊരു പാകിസ്ഥാൻ കൂടി മേടിക്കണം. അപ്പം മലബാറിൽ നിന്നൊക്കെ പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തവർ പാകിസ്ഥാനിലേക്ക് പോയില്ല. അവരിപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ മക്കളിപ്പോഴും ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്താഗതി എന്താ? അവർ പാകിസ്ഥാൻ അനുകൂലികളാണ്. അപ്പം മലബാറിലുള്ളവരെ പാകിസ്ഥാനികളെന്ന് വിളിക്കാമെന്ന് ചോദിച്ചാൽ ചരിത്രമാണ്. മലബാർ പ്രവിശ്യയിലുള്ള, ബ്രിട്ടീഷ് മലബാർ പ്രവിശ്യയിലുള്ള മുസ്ലിമുകൾ പാകിസ്ഥാൻ വേണമെന്ന് വോട്ട് ചെയ്തവരാണ്. എന്നിട്ട് അവർ പോയില്ല. അപ്പോൾ അവർ പാകിസ്ഥാനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഇവിടെ ജീവിച്ചവരാണ്. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച്. കേരളം മറന്നിട്ടില്ല അതൊക്കെ. അപ്പോൾ അവർ വീണ്ടും കേരളത്തിൽ തുടരുന്നത് എങ്ങനെയാണ്? അത് രാജ്യം വേണമെന്ന് പറഞ്ഞ് രാജ്യം കൊടുത്തപ്പോൾ പോകാതിരുന്നിട്ട് ഞങ്ങളുടെ രാജ്യമാണ് ഇതെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. പക്ഷേ ഇവിടെ ഇന്ത്യക്കകത്ത് വീണ്ടും
രാജ്യം ചോദിച്ചിട്ട് കുത്തി വാങ്ങുമെന്ന് പറഞ്ഞ് രാജ്യം കെട്ടിയിട്ട് പോകാതിരുന്നവർ ഇന്ത്യ ഇസ്ലാം വൽക്കരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബാബറി മസ്ജിദ് ഓർമ്മ പുതുക്കലാണ് എന്നവർ പറയാറാണ്. അതെ, തീർച്ചയായിട്ടും ഓർമ്മ പുതുക്കലാണ്. ഹിന്ദുവിൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയാൽ വീണ്ടും വീണ്ടും അവനെ ചവിട്ടിക്കൊണ്ടിരുന്നാൽ ഹിന്ദു വിരാട രൂപം പ്രാപിച്ച് ഹിന്ദു തിരിഞ്ഞു നിൽക്കും. ഹിന്ദു അങ്ങനെ വിരാട രൂപത്തിൽ തിരിഞ്ഞു നിന്നാൽ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതിൻ്റെ അടയാളമാണ് ബാബറി മസ്ജിദ്. ഓർമ്മപ്പെടുത്തലാണ്, ഹിന്ദുവിനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഹിന്ദു വിചാരിച്ചാൽ ഇന്ത്യയിൽ അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ സ്വാഭിമാനം വീണ്ടെടുക്കാൻ നമുക്ക് ഒരൊറ്റ മനുഷ്യനെ പോലെ ഉയർന്നു നിൽക്കാൻ പറ്റുമെന്ന് തെളിയിച്ച മഹത്തായ ദിവസമാണ് ഡിസംബർ 6. ഹിന്ദുവിനും ഓർമ്മ ദിവസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് 1 നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.